എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലിന്നിനെയാണ്. ലിൻ അങ്ങനെ തന്നെ അന്ന് രക്ഷപ്പെടുത്തിയ പയ്യൻ സാങ് ആണോ എന്നറിയാൻ വേണ്ടി അന്വേഷണം നടത്താനായി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി അവനെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാനായി അവൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ടീം അവനെ കൊണ്ട് ഒരു സ്ലീവ്ലെസ് ബനിയൻ ഇടിച്ചാല് അവന്റെ കൈയുടെ ഭാഗത്ത് മുറിവുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ സാധിക്കുമല്ലോ. ആ പാടിന്റെ കാര്യം കണ്ട് ആൾ അവനായിരുന്നു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുമല്ലോ എന്നൊരൊറ്റ കാര്യം കൊണ്ട് അവളായിട്ട് ചേട്ടന്റെ ഒരു സ്ലീവ്ലെസ് ബനിയൻ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് കാണുന്ന അവളുടെ ചേട്ടൻ അവളോട് വഴക്കടിച്ചത് തിരിച്ചു മേടിക്കുന്നു. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി നിന്നിട്ടും വയറിന് വലിയ സുഖമില്ലാത്തതുകൊണ്ട് കുറെ നേരം ടോയ്ലറ്റിൽ ലിന്നിന് ചെലവഴിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുവിധം ടോയ്ലറ്റിൽ നിന്നൊക്കെ ഇറങ്ങുന്നവൾ ചേട്ടൻ നോക്കി നിൽക്കെ തന്നെ ചേട്ടൻ സമ്മതിച്ചില്ലേലും ആ ഒരു ബനിയൻ അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു. പക്ഷെ അന്ന് നല്ല കാറ്റും മഴയും ഉള്ള ദിവസമായിരുന്നു. സ്കൂളിലേക്ക് പോകും വഴി രാവിലെ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. കാരണം ടോയ്ലറ്റിൽ കുറെ നേരം സമയം ചെലവഴിക്കേണ്ടി വന്നുകൊണ്ടും നല്ല കാറ്റും മഴയും ഉള്ളതുകൊണ്ടും പറഞ്ഞ സമയത്ത് ലിന്നിന് സാങ്ങിന്റെ അടുത്ത് എത്താനായി പറ്റിയില്ല. അവനായിട്ട് അവളെ നോക്കി കുറെ നേരം വെയിറ്റ് ചെയ്തു, ഒന്നും കഴിച്ചിട്ടുമില്ല. ഇപ്പൊ ദേ വിശന്നാകെ തളർന്നവൻ സ്കൂളിലേക്ക് പോകും വഴി ആ മഴയാണെങ്കിലും അവനൊരു ഷോപ്പിന്റെ അവിടെ പോയി 2 ബൺ മേടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കടക്കാരൻ പുറത്തുള്ള അയാളുടെ സാധനങ്ങളൊക്കെ അകത്തെടുത്ത് വെക്കുന്ന തിരക്കില് ബണ്ണൊന്നും ഇല്ലാന്ന് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അയാൾ മഴയത്ത് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്ത് പാടുപെടുന്നത് കാണുന്ന അവൻ അയാളെ അതിൽ സഹായിക്കുന്ന ടീം അവൻ 2 ബൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുമായി അവൻ സ്കൂളിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും ലിന്നും എത്തുന്നുണ്ട്. മഴ ആയതുകൊണ്ട് പുറത്തു പോകാൻ പറ്റിയില്ല. നീയും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നിങ്ങനെ അവൾ ചോദിക്കുമ്പോൾ അവൻ കയ്യിലുള്ള ബൺ മറച്ചു വെക്കുകയാണ്. എന്തായാലും അവളാകട്ടെ, അയ്യോ നിന്റെ ഡ്രസ്സെല്ലാം നനഞ്ഞല്ലോ, ഇന്ന് ഇതിട്ടോന്നും പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും ഇടിയിപ്പിക്കണം എന്ന രീതിക്ക് അവൾ കൊണ്ടുവന്ന ആ ഒരു ബനിയൻ എടുത്ത് അവന് നേരെ നീട്ടുമ്പോൾ അവനത് സാരമില്ല എന്ന് പറഞ്ഞ് ഇടാതെ മാറാണ്. അങ്ങനെ പിന്നീട് ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ പല ഡിവിഷനിലുള്ള കുട്ടികളെയും ഒന്നിച്ചിരുത്തിയാണ് സാർ ഇപ്പൊ പഠിപ്പിക്കുന്നത്. കാരണം മഴയല്ലേ, അപ്പൊ പെട്ടെന്ന് എല്ലാരെയും പഠിപ്പിച്ച് ക്ലാസ് ഡിസ്മിസ് ചെയ്യേണ്ടി വരും എന്ന ഒരു രീതിക്ക് ഈ ടീം യാങ്ങിന്റെ കൂടെ ഇരിക്കുന്ന ലിൻ ഒരു പേപ്പറിൽ എന്തോ ഒന്ന് എഴുതി അത് സാങ്ങിന്റെ ദേഹത്തേക്ക് എറിയാനായി യാങ്ങിനോട് പറയുന്നു. യാങ് എറിയുമ്പോൾ പക്ഷെ അത് നേരെ കൊള്ളുന്നത് അപ്പൊ അവർക്ക് ക്ലാസ് എടുക്കാനായി വന്നിട്ടുണ്ടായിരുന്ന ഗവോയുടെ ദേഹത്താണ്. അദ്ദേഹം ആ പേപ്പർ തുറന്ന് അതിൽ എഴുതിയത് ഉറക്കെ വായിക്കുന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് പുറത്തു പോകാൻ പറ്റിയില്ല, എന്തായാലും അധികം വൈകാതെ ഒരു ദിവസം പോണോന്ന്. ആരാ ഇത് എഴുതിയത്, സത്യം പറഞ്ഞൊന്നും പറഞ്ഞ് സാറ് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും ലിൻ എഴുന്നേക്കുന്നു. പക്ഷെ ലിന്നിനെ ഒറ്റയ്ക്ക് വഴക്ക് കേൾപ്പിക്കേണ്ടെന്ന രീതിക്ക് യാങ്ങും എഴുന്നേക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇത് എഴുതിയത് ആർക്ക് വേണ്ടിയാണാവോ എഴുതിയത് എന്ന സാറിന്റെ ചോദ്യത്തിന് സാങ് തനിക്ക് വേണ്ടിയാണ് അവളത് എഴുതിയതെന്ന് അവൻ അറിയാമായിരുന്നുകൊണ്ട് തന്നെ പതി എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവൻ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി ജി എഴുന്നേൽക്കുന്നു. ഇതേ ടീം ലിന്നിന് ഒരു കമ്പനിക്ക് എന്ന രീതിയിൽ സാനും തനി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. താൻ എഴുന്നേൽക്കേണ്ടടുത്ത് ഇവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് സാങ് സത്യത്തിൽ കിളി പോയിരിക്കുകയാണ്. എന്തായാലും സാറ് വലുതായിട്ടൊന്നും പണിഷ് ചെയ്യാതെ ജി നിൽക്കുന്നത് കൊണ്ടാകാം അങ്ങ് ഒഴിവാക്കി വിടാണ്. അങ്ങനെ ക്ലാസ്സിന് ശേഷം ഈ സ്കൂളില് യാങ്ങിനൊരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടല്ലോ, ഒരു ചെറിയ ഇടം അവന്റെ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് അവൻ ചെല്ലുമ്പോഴേക്കും കാറ്റിലും മഴയിലും പോയിട്ട് അവിടെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നശിച്ചിരുന്നു. അത് റെഡിയാക്കാൻ വേണ്ടി യാങ് പോകുമ്പോ ലിന്നും ഹെൽപ്പ് ചെയ്യാനായി പോകുന്നുണ്ട്. അവിടേക്ക് ജിയും ചെന്ന് അവളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ജി നേരെ സാങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് നിനക്ക് വേണ്ടിയാണ് ലിൻ ആ കുറിപ്പ് എഴുതിയതെന്ന് എനിക്കറിയാം, നിനക്ക് അവളോട് ഇഷ്ടമാണെന്നും എനിക്കറിയാം, നിന്റെ ഉള്ളിലെ ഫീലിങ്സ് വെറുതെ മൂടി വെച്ചോണ്ട് നടക്കാതെ അത് അവളോട് തുറന്നു പറയാനായി നോക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലിന്നിന്റെ ചേട്ടന്റെ കടയാണ്. ഒരു ചെറിയ കടയാണുള്ളത്. അവിടെ കുറച്ച് ലോക്കൽ കോസ്മെറ്റിക് ഐറ്റംസ് ചേട്ടൻ വിറ്റിപ്പോ അത് ഉപയോഗിച്ച് കുറച്ച് പേര് അവിടെ പ്രശ്നം ഉണ്ടാക്കാനായി വന്നിട്ടുണ്ട്. ഈ ടീം അതേ സ്ഥലത്തേക്ക് തന്നെ ലിന്നിന്റെ ചേട്ടനെ കണ്ട് മുന്നേ ഒരാളുടെ കയ്യിൽ നിന്ന് കാശും കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെ പറ്റി നടക്കുന്നതിന്റെ പേരിൽ അയാൾ കൊട്ടേഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ കാശ് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ വേണ്ടി പങ്കുവെത്തുന്നു. അവൻ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ എത്തുമ്പോഴേക്കും തന്നെ വളഞ്ഞിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് ആ പ്രോഡക്റ്റ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ് ഇയാളെന്നും പറഞ്ഞ് പങ്കിനെ പ്രശ്നത്തിലാക്കി ലിന്നിന്റെ ചേട്ടൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴേക്കും പങ്കിന് എന്ത് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. കസ്റ്റമേഴ്സ് ഒക്കെ വളഞ്ഞിട്ട് അവനെ അടിക്കുകയാണ്, അവൻ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ. അങ്ങനെ അന്ന് ഈ കാര്യം ഒന്നും അറിയാതെ ലിൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചേട്ടനാകട്ടെ ഒരു അന്യഗ്രഹ ജീവിയെ കണക്ക് ദേഹവും മുഖവും എല്ലാം മറയ്ക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്. ഇത് എന്ത് കോലമാന്ന് അവൾ തിരക്കുമ്പോഴേക്കും മഴയത്തെ ഇത് ബെസ്റ്റായി, ഇനിയിപ്പൊ അങ്ങോട്ട് മഴക്കാലം ആണല്ലോ, നമ്മുടെ മുഖവും ദേഹവും ഒന്നും ഇതിട്ടാ നനയത്തില്ല, നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാ, ഇതിന്റെ ഒരു ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിരിക്കും, നീ നോക്കിക്കൊന്നെല്ലാം ചേട്ടൻ പറയുന്നുണ്ട്. ഓഹോ, കോസ്മെറ്റിക് ഐറ്റംസിന്റെ വിൽപ്പനയൊക്കെ നിർത്തിയിട്ട് ഇമാതിരി റെയിൻകോട്ട് വിൽക്കാൻ തുടങ്ങിയോന്ന് അവൾ കളിയാക്കി റൂമിലേക്ക് കയറി പോകുന്നു. എന്തായാലും അടുത്ത ദിവസം അവളുടെ സ്കൂളിന്റെ അവിടെ തന്നെ പോയി ഈ ഒരു റെയിൻകോട്ട് വിറ്റാല് കുറെ അധികം പേര് മേടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി ഇത് വിട്ടുകൊണ്ട് സ്കൂളിന്റെ പരിസരത്ത് പോകുന്ന ലിന്നിന്റെ ചേട്ടൻ അവിടെ ഇത് വിൽക്കാനായി നോക്കുകയാണ്. ആരും അങ്ങനെ വാങ്ങുന്നില്ല. അതുവഴി സ്കൂളിലേക്ക് എത്തുന്ന സാങ് ഇത് കാണുകയും സാങ്ങിന്റെ മുന്നിൽ എന്റെ വീട്ടിലെ പട്ടിണിയും പരിവട്ടമാണ്, 500 രൂപ വിലയുള്ള റെയിൻകോട്ട് ഇത്, മോനൊന്ന് വാങ്ങുമോ, 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പറയുമ്പോ അവൻ പാവം തോന്നി അത് വാങ്ങുന്നുണ്ട്. അങ്ങനെ അത് ഇട്ടുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു പോവാണ്. അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം തനിക്ക് പണി തന്ന കാശ് തിരിച്ചു കൊടുക്കാത്ത ലിന്നിന്റെ ചേട്ടനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന പങ്കും അവന്റെ ആളുകളും ഈ കോട്ടിട്ടുകൊണ്ട് നിൽക്കുന്നത് ലിന്നിന്റെ ചേട്ടനാണെന്ന് കരുതി പിടിക്കാൻ വരുമ്പോഴേക്കും ചേട്ടൻ മാറി നിൽക്കുകയും അറിയാതെ അവരുടെ കയ്യിൽ പെട്ടുപോകുന്നത് സാങ്ങുമാണ്. മുഖം മറച്ചിരുന്നത് കൊണ്ട് തന്നെ ആളും അറിയാതെ നല്ല അടി സാങ്ങിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് സാങ് ആണെന്ന് പങ്ക് കാണുന്നത്. അപ്പോഴേക്കും സ്കൂളില് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സാങ് എന്താ വരാത്തെന്ന് ലിന്നാകട്ടെ ചിന്തിക്കുന്നുണ്ട്. സാറാണെങ്കിൽ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസം ക്ലാസ് ഇല്ലാന്ന് അപ്പോൾ
അപ്പോഴാണ് അറിയിപ്പും കൊടുക്കുന്നത്. അങ്ങനെ തിരിച്ചു പോകാനെ നിൽക്കുമ്പോഴാണ് സാങ് സ്കൂളിന്റെ അവിടെ എത്തിയിരുന്നു. അടി കിട്ടി സിക്ക് റൂമിലാണെന്ന് അവൾ അറിയുന്നത്. അവൾ വേഗം തന്നെ അവൻ എന്ത് പറ്റിയെന്ന് ടെൻഷനായി കാണാനായി പോകുന്ന ടീമാണ്. അവന്റെ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന റെയിൻകോട്ട് ഇട്ടിരിക്കുന്നത് കാണുന്നത്. നിനക്ക് എന്താ പറ്റിയെന്ന് അവൾ തിരക്കുമ്പോ എനിക്ക് അറിയില്ലെന്നേ, ഞാനിത് ഇട്ടോണ്ടിരിക്കുവായിരുന്നു, പെട്ടെന്ന് ആരൊക്കെ വന്ന് എന്നെ അടിച്ചു, ഞാനിത് ഒരാള് വിൽക്കുന്ന കണ്ടിട്ട് അയ്യോ പാവം തോന്നി മേടിച്ചതാണെന്ന് അവൻ പറയുമ്പോ നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിക്കുവോ? ഇത് വിറ്റത് മറ്റാരുമല്ല എന്റെ ചേട്ടന് എന്നവൾ പറയുന്നുണ്ട്. കൂടാതെ അവനോട് ഈ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടാനായി പറഞ്ഞ് അവൻ ഷർട്ട് മാറ്റുമ്പോ മാറാതെ അവൾ അവിടെ തന്നെ നിൽക്കാൻ നോക്കുന്നുണ്ട്, കയ്യിൽ ആ മുറിവിന്റെ പാടൊന്നും കണ്ടുപിടിക്കാനേ. പക്ഷെ അവൻ ഒരു വിധം കഷ്ടപ്പെട്ട് അവൾ കാണാതെ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. അന്നേലും സ്കൂൾ കഴിഞ്ഞ് പോകുന്ന ടീം പങ്കിനെ കാണാനായി സാങ് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പങ്കിന് കുറച്ച് പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അവനെ തല്ലാനായി കുറച്ച് പേര് വരുന്നുണ്ടെങ്കിലും സാങ് അങ്ങോട്ടേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് മാറി പോകേണ്ടി വരുന്നു. തുടർന്ന് പങ്കിനോട് ഇരുന്ന് സംസാരിക്കുന്ന സാങ് പങ്കുമായി ഒരു ഫ്രണ്ട് ആവാനായി ഉള്ള അവന്റെ താല്പര്യം മറച്ചു വെക്കാതെ സംസാരിക്കുന്നുണ്ട്. കൂടാതെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എന്റെ വീട്ടിലേക്കൊക്കെ വരണമെന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം അവധി ആയതുകൊണ്ട് തന്നെ സാങ്ങിന്റെ വീട്ടിൽ പോയി ലിൻ പഠിക്കാനായി ഇരിക്കുന്ന ടീം പഠനത്തിന്റെ ഇടയിൽ ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുമ്പോൾ ഇടയ്ക്ക് അവന്റെ ദേഹത്തേക്ക് അവൾ സ്ലിപ്പായി വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വളരെ ഓക്വേർഡായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. നോക്കുമ്പോൾ ഗവോ സാറ് ജിയുമായി വന്നിരിക്കുകയാണ്. ജിയെ ഇടയ്ക്ക് ഇതുപോലെ സാങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും കൂടി ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു ചടങ്ങ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കാനായി ഇരുത്തുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ ലിന്നും പെട്ടുപോകുന്നുണ്ട്. അവൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയി. അവിടെ ഇനി പുതിയത് ഡിസൈൻ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഡിസൈൻസ് കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം, നല്ല ഡിസൈൻ തരുന്നത് ആരാണെന്ന് നോക്കാന്നൊക്കെ സാറ് ഫോണിൽ കൂടി പറയുന്നത് കേൾക്കുന്നവർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് പ്രത്യേകമായി ഡിസൈനിങ്ങിലൊന്നും ഏർപ്പെടേണ്ട, അവർക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടെന്നും കൂടി സാറ് പറയുന്നത് കേൾക്കുമ്പോൾ സാറ് കാണാതെ ഇവരെ പഠിക്കാനായി ഇരുത്തി സാറ് പോകുന്ന ആ ഒരു ഗ്യാപ്പിന് അവിടെ ഇരുന്ന് മൂന്നുപേരും ഡിസൈൻ തയ്യാറാക്കാനായി ശ്രമിക്കുന്നുണ്ട്. കുറെ നേരം ഇരുന്ന് പണിപ്പെട്ട ഒരു ഡിസൈൻ മൂന്നുപേരും ഡിസ്കസ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ ക്ഷീണിച്ച് ജിയും സാങ്ങും ഉറക്കം തൂങ്ങുമ്പോൾ സാങ്ങിന്റെ കയ്യിലെ ആ പാട് പ്രത്യേകമായി നോക്കി മനസ്സിലാക്കാനായി ലിന്നിന് സാധിക്കുന്നു. അപ്പോഴേക്കും അവന്റെ കയ്യിലെ പാട് കണ്ട് അവൾ ഇവനാണപ്പോ അന്ന് തന്നെ രക്ഷപ്പെടുത്തിയത്, താൻ ഇത്രയും വർഷം കരുതിയത് കണക്ക് സാൻ അല്ല എന്ന ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം സ്കൂളിലെത്തുമ്പോഴേക്കും ഇവർ വരച്ചു കൊടുത്ത ഡിസൈനാണ് സെലക്ട് ആയിരിക്കുന്നത്. അതിന്റെ സന്തോഷം നമ്മുടെ ലിന്നിനും ഫ്രണ്ട്സിനും ഉണ്ടാവുന്നുണ്ട്. ജിയെ പ്രത്യേകം അവളുടെ അച്ഛൻ ഡിസൈനിന്റെ പേരിൽ അഭിനന്ദിക്കുമ്പോൾ അവൾ അച്ഛന്റെ മുന്നിൽ അതിൽ യാതൊരു സന്തോഷമില്ലാത്ത മട്ടില് മുഖം വീർപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നിന്ന് അവൾ ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോ ലിന്നും സാങ്ങും ജിയും യാങ്ങും ഒരു ടീമായി തന്നെ മുന്നോട്ട് പോവാണ്. ആദ്യമൊന്നും വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാതിരുന്ന ജിക്കും യാങ്ങിനും ഇടയിൽ പോലും നല്ലൊരു ബോണ്ടിങ് ഇപ്പൊ നമുക്ക് കാണാം. അങ്ങനെ അവർ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാനായി തുടങ്ങുന്ന ടീമാണ്. സ്കൂൾ പരിസരത്ത് റെഡ് കളർ ഹെയർ ഡൈ അടിച്ചിരിക്കുന്ന ഒരു പയ്യനെ ലിൻ കാണുന്നത്. പെട്ടെന്ന് അവനെ കാണുമ്പോൾ ആ ഒരു മുടിയുടെ കളറിന്റെ പേരിലാണ് അവൾ ശ്രദ്ധിക്കുന്നതെങ്കിലും അപ്പോഴാണ് അവൾക്ക് അയ്യോ ഇത് അവനായിരിക്കോ, ആ വീഡിയോയിൽ താൻ കണ്ട ആ പയ്യൻ, സാങ്ങിനെ അടിച്ച ആ പയ്യൻ, അവനും റെഡ് ഹെയർ കളർ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അവനായിരിക്കും ഇതെന്ന് അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൾ അവന്റെ മുഖം ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ആ നിൽക്കുന്നത് മറ്റാരുമല്ല, അത് പങ്കാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോ ഇവൻ തന്നെയാണെന്നല്ലേ ആ വീഡിയോയിൽ ഞാൻ കണ്ട റെഡ് കളർ ഹെയർ ഡൈ അടിച്ച സാങ്ങിനെ തല്ലിയ പയ്യൻ. ഇവനും സാങ് ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പിലാണല്ലോ, പിന്നെന്തിനായിരിക്കും അവൻ സാങ്ങിനെ അടിച്ചത്? എന്തായിരിക്കും ഇവർക്കിടയിൽ പ്രശ്നം? ശരിക്കും ഇവൻ കാരണം തന്നെ ആയിരിക്കോ സാങ് മരിച്ചത് എന്ന് അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സാങ്ങും പങ്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് എന്ത് പറഞ്ഞ് ഇവരെ അകറ്റണം എന്നും അറിയില്ല. അവൾ ആകെ അതിന്റെ പേരിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അവളാകട്ടെ പിന്നീട് യാങ്ങിന്റെ ആ ഒരു സ്പേസിലേക്ക് എല്ലാവരും കൂടെ പോകുന്നുണ്ടെങ്കിലും അവിടെ അശ്രദ്ധമായി നിന്ന് അവളുടെ ദേഹത്തേക്ക് ഒരു വെയിറ്റ് ഉള്ള സാധനം മറിഞ്ഞു വീഴണ്ടായിരുന്നു. അവളത് ശ്രദ്ധിക്കാതെ നിന്നെങ്കിലും അത് സാങ് കണ്ടതുകൊണ്ട് അവളെ സേവ് ചെയ്യുന്നു. ഈ ടീം അവനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇതും കൂടി ചേർത്ത് മൂന്നാമത്തെ തവണയാണ് നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മൂന്നോ എന്ന് അവൻ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ അവൾ അതെ, പണ്ട് നീ സേവ് ചെയ്തിരുന്നില്ലേ, ഈ അടുത്തും സേവ് ചെയ്തില്ലേ, ദേ ഇപ്പോഴും 3, പണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം എനിക്കിപ്പോ മനസ്സിലായി, ഒന്നും മറച്ചു വെക്കാൻ നോക്കണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ അവനോട് നീയും സേഫ് ആയിട്ടിരിക്കണം, അതിനുവേണ്ടി നീ പങ്കുമായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കേണ്ട, അത് അപകടമാണെന്ന് അവനോട് പറയുമ്പോൾ നിനക്കെന്താ പങ്കിനോട് ഇത്രയും ദേഷ്യം, അവൻ പാവമല്ലേ എന്നല്ല സാങ് തിരക്കുമ്പോൾ എനിക്ക് നിന്റെ കാര്യത്തിൽ കുറച്ച് കെയർ കൂടുതലാന്ന് വിചാരിച്ചോ, നിന്നെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് അവളെ അങ്ങും ഇങ്ങും തൊടാതെ ഒരു കാര്യം പറയുമ്പോൾ ഫ്രണ്ടോ എന്ന് മാത്രം അവൻ ചിന്തിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അവൾ നഷ്ടപ്പെടുക എന്നൊക്കെ സംസാരിച്ചത് എന്നൊന്നും അവനപ്പോ ചിന്തിക്കുന്നേ ഇല്ല. അയ്യോ എന്നെ അവൾ ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നൊരു സങ്കടമാണ് അവനത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആക്ച്വലി നമ്മുടെ പങ്കിന്റെ മുടി അവന്റെ ഇപ്പൊ ഹെയർ കളർ മാറ്റിയിരിക്കുകയാണ്, റെഡ് കളറിലാണ് അവനിപ്പോ മുടി ഡൈ ചെയ്തിരിക്കുന്നത്. അവൻ അതിനൊക്കെ ശേഷം അവന്റെ തന്നെ സൗന്ദര്യം കണ്ണാടി നോക്കി ആസ്വദിക്കുമ്പോൾ അപ്പോഴാണ് മുഖത്ത് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച ശേഷം അങ്ങിങ്ങ് ഒരുപാട് കുരുക്കൾ വന്നിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു കോസ്മെറ്റിക് ഐറ്റം വാങ്ങിച്ചിരുന്നത് ആക്ച്വലി നമ്മുടെ ലിന്നിന്റെ ചേട്ടന്റെ ഷോപ്പിൽ നിന്നായിരുന്നു. അവിടെ ആണെങ്കിൽ കുറെ കോസ്മെറ്റിക് ഐറ്റംസിന്റെ ശേഖരമുണ്ട്, നല്ലവണ്ണം കച്ചവടം നടന്നിരുന്നെങ്കിലും ആക്ച്വലി അത് ഏറെക്കുറയും ലോക്കൽ ഐറ്റംസ് ആണ്. അത് ഉപയോഗിക്കുന്ന പലർക്കും ഓരോ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ പങ്കിനും അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ലിൻ പോയ ശേഷം ജി സാങ്ങിന്റെ അടുത്തേക്ക് എത്തി നിനക്ക് അവളോടുള്ള ഇഷ്ടം ഒന്ന് തുറന്ന് പറഞ്ഞുകൂടെ എന്ന് തിരക്കുമ്പോൾ അത് പറഞ്ഞാലൊന്നും ശരിയാവില്ല, അവൾ ഇപ്പോഴും തന്നെ ഒരു ഫ്രണ്ട് എന്ന രീതിക്ക് മാത്രമാണ് കാണുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ ഈ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന ആ ഫ്രണ്ട്ഷിപ്പും കൂടി ഇല്ലാണ്ടായല്ലോ
ഇഷ്ടമല്ലെന്നും സാങ് പറയുന്നുണ്ട്. അപ്പോഴേക്കും പങ്കിനെ പറ്റി ഒന്ന് അന്വേഷിക്കാനായി പങ്കിന്റെ ആ ഒരു ഏരിയയുടെ അവിടേക്ക് ലിൻ പോകുന്നുണ്ട്. പക്ഷെ അവിടെ അവൾ പങ്കില്ലാത്ത ടീം അവന്റെ ഗ്യാരേജിന്റെ അവിടേക്ക് ചെന്ന് കയറുന്നത് കാണുന്ന അവിടെ ഗ്യാങ്ങിൽ പെട്ട ഒരാൾ അവളെ കള്ളി എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാനായി വരുമ്പോഴേക്കും അവളെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സാൻ അവളെ അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. അങ്ങനെ ഒരുവിധം സേഫ് ആയി അവർ ഒരു സ്ഥലത്ത് മാറിയിരിക്കുമ്പോൾ നിനക്ക് എന്നോട് ഇപ്പൊ പഴയ കണക്ക് ഒരു താല്പര്യം ഇല്ലാത്തതെന്ന് സാൻ ചോദിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടതെന്ന് നിനക്ക് അറിയാമോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവൻ അറിയില്ല എന്ന് പറയുമ്പോൾ നീ എന്നെ പണ്ട് സേവ് ചെയ്തു എന്ന് കരുതിയാണ് എനിക്ക് നിന്നോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. പക്ഷെ അത് നീ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഇപ്പൊ ഇഷ്ടമില്ല എന്ന് അവൾ പറയുന്ന ടീം. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ സേവ് ചെയ്തില്ലേ, ഇല്ലെങ്കിൽ അവന്മാർ നിന്നെ ഉപദ്രവിച്ചേനെ, അതുകൊണ്ട് എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടുകൂടെ എന്ന് അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല. ഫ്യൂച്ചറിൽ ഈ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് അവൾക്ക് അവനെ ഇഷ്ടമല്ല എന്നത് തുറന്നു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.